ടുഡേ ഈസ് ഇന്ന് മാർച്ച് മാസം 11-ാം തീയതി ക്രിസ്തുവർഷം 2026. പാലാരിവട്ടം ബൈബിൾ ചർച്ച് മലയാളം കൂട്ടായ്മയിൽ നിന്ന് ദൈവകൃപയാൽ ദൈവവചനവുമായി ഒരിക്കൽ കൂടി വിൻസൻ തോമസ്. ദൈവം നൽകുന്ന ഓരോ പുതിയ അവസരങ്ങൾക്കായിട്ട് അത് പഠിക്കാനുള്ള ആരോഗ്യവും മനസ്സും അതിനുവേണ്ടി മെസ്സേജും നൽകുന്ന കൃപയ്ക്കായിട്ട് ഞാൻ ദൈവത്തിന് വ്യക്തിപരമായിട്ട് നന്ദി പറയുന്നു. ഈ സംഭവബഹുലമായ ലോകത്തിൽ ഓരോ ദിവസവും ദൈവത്തിൻ്റെ ദാനമാണ്. വചനം വായിക്കുവാനും പഠിക്കുവാനും നൽകുന്ന അവസരങ്ങൾ വളരെ നിസ്തുല്യമാണ് എന്ന് ഞാൻ ദൈവസന്നിധിയിൽ ഓർക്കുന്നു. ഇന്ന് എന്നെ കേൾക്കുന്ന ഏവർക്കും എൻ്റെ കർത്താവിൻ്റെ രക്ഷകമായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ കൃപയും സമാധാനവും നേർന്നുകൊള്ളുന്നു. ഇന്നത്തെ ദൈവവചന വായനയ്ക്കായിട്ട് എടുത്തിരിക്കുന്ന വേദഭാഗം എബ്രായ ലേഖനം, അതിൽ 2-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളാണ്. എബ്രായ ലേഖനം 2-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിന് അനുസരണക്കേടിന് ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തു എങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവർത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകും കൊണ്ടും സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? പ്രസ്താവിക്കുന്ന ഭാവി ലോകത്തെ അവൻ ദൂതന്മാർക്കല്ലല്ലോ കീഴ്പ്പെടുത്തിയത്. എന്നാൽ മനുഷ്യൻ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത് മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തുമാത്രം നീ അവനെ ദൂതന്മാരെ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. നിന്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി. സകലവും അവൻ്റെ കാൽക്കീഴാക്കിയിരിക്കുന്നു എന്ന് ഒരുവൻ ഒരിടത്ത് സാക്ഷ്യം പറയുന്നു. സകലവും അവന് കീഴാക്കിയതിൽ ഒന്നിനെയും കീഴ്പ്പെടുത്താതെ വിട്ടിട്ടില്ല. എന്നാൽ ഇപ്പോൾ സകലവും അവന് കീഴ്പ്പെട്ടതായി കാണുന്നില്ല. ഈ വേദഭാഗം വായിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം, കഴിഞ്ഞ ആഴ്ച നാം ദൈവത്തിൻ്റെ ഒരു ജാഗ്രതാ നിർദ്ദേശം, നമുക്കൊരു വാണിംഗ് നൽകിക്കൊണ്ടാണ് കഴിഞ്ഞ ആഴ്ച നാം ദൈവവചന പഠനം നിർത്തിയത്. ഒരു ഭാഗത്ത് സുവിശേഷം, മറുഭാഗത്ത് ഒരു ജാഗ്രതാ നിർദ്ദേശം എന്ന് പറഞ്ഞാൽ നല്ല വാർത്തയും ആ നല്ല വാർത്ത സ്വീകരിക്കാത്തവർക്ക് ഒരു ദുർവാർത്തയും ഉണ്ട് എന്നുള്ളതാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ നാം വായിച്ചത്. ദൈവത്തെയും ദൈവത്തിൻ്റെ വചനത്തെയും ദൈവത്തിൻ്റെ ക്രിസ്തുവിനെയും നാം യാഥാർത്ഥത്തിൽ വളരെ ഗൗരവത്തോടെ എടുക്കുകയും വിശ്വസിക്കുകയും അവനെ ചുംബിക്കുകയും അവനോട് കൂടി പരിചേർന്നിരിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. അതുകൊണ്ടാണ് ഈ വേദഭാഗം വായിച്ചത്. ഇന്നത്തെ ക്ലാസ് ഈ വേദഭാഗത്തിൻ്റെ ഒരു എക്സ്പോസിഷൻ, അതിൻ്റെ ഒരു പഠനമല്ല, നമ്മൾ പഠിച്ചു വരുന്ന വിഷയത്തോടുള്ള ബന്ധത്തിലുള്ള ഒരു വചനമാണ് ഞാൻ വായിച്ചത്. നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് നമുക്ക് ആരംഭിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, സ്വർഗീയ പിതാവേ, ഓരോ ദിവസവും അടിയങ്ങളെ സൂക്ഷിക്കുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു, നന്ദി പറയുന്നു. ഈ സഭബലമായ ലോകത്തിൽ കർത്താവ് ദുഷ്ടൻ പെരുകി വരുന്ന ഈ കാലഘട്ടത്തിൽ, ശിഷ്ടന്മാർ കുറഞ്ഞു വരുന്ന കാലഘട്ടത്തിൽ, അത് ദൈവഭക്തന്മാർ കുറയുന്നു. ഉള്ളവർ തന്നെ അവർ ധാരാളമായി തമ്മിലുള്ള പ്രശ്നങ്ങളുള്ളവരാണ്. അതിനാൽ കർത്താവേ, ഞങ്ങൾ എത്രയോ അവിടുത്തെ വചനത്തിനും അവിടുത്തെ ആശ്രയിക്കുവാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. ഞങ്ങൾക്ക് എന്തെങ്കിലും ജാഗ്രതാ നിർദ്ദേശങ്ങൾ മനസ്സിലാക്കി പുത്രനെ ചുംബിക്കുവാൻ, പുത്രനെ വിശ്വസിക്കുവാൻ, അനുഗ്രഹത്തിൻ്റെ ഭാഗത്തേക്ക് വരുവാനിടയാക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പഠിക്കുന്ന വേദഭാഗങ്ങൾ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ പഠിപ്പിക്കണമേ. കർത്താവിൻ്റെ ഇഷ്ടമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലാകിയാൽ സ്വീകരിക്കണമേ, സ്വർഗീയ പിതാവേ. കഴിഞ്ഞ ആഴ്ച നാം പറഞ്ഞതുപോലെ അപ്പസ്തോലന്മാർ നൽകിയ ജാഗ്രതാ നിർദ്ദേശം പറഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കുകയുണ്ടായത്.
അതിപ്രകാരമായിരുന്നു. യേശു ഇന്ന് രക്ഷകൻ, നാളെ അവൻ വിധികർത്താവായിരിക്കും. നാളെ എന്ന് വെച്ചാൽ നാളെയല്ല, കൃപ അവസാനിച്ച് ദൈവത്തിൻ്റെ ന്യായവിധി വരുന്നൊരു ദിവസമുണ്ട്. അത് നാളെയാണ് എങ്കിൽ അത് വിധി ദിവസമായിരിക്കും. എന്നാൽ ഇന്ന് കൃപയുടെ ദിവസമാണ്, രക്ഷയുടെ ദിവസമാണ്. ഇന്ന് യേശു രക്ഷകനാണ് എന്നുള്ള സദ്വർത്തമാനം നാം ഓർത്തിരിക്കുമ്പോൾ തന്നെ അപ്പോസ്തലന്മാർ വഴി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുകയാണ്, യേശു വിധി കർത്താവ് ആയിരിക്കും. അത് വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ട വിഷയമാണ്. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും എല്ലാ മനുഷ്യർക്കും ദൈവം വെച്ചിരിക്കുകയാണ്. സകല മനുഷ്യർക്കും ഒരിക്കൽ ന്യായവിധി, ഒരിക്കൽ മരണം, പിന്നെ ന്യായവിധി. അതുകൊണ്ട് വളരെ ഗൗരവത്തോട് നമ്മൾ എടുക്കേണ്ട വിഷയമാണ്. ഞാൻ പറഞ്ഞതുകൊണ്ടല്ല, തിരുവചനത്തിൽ, ദൈവവചനത്തിൽ ദൈവ തമ്പുരാൻ തൻ്റെ പരിശുദ്ധാത്മാവിനാൽ തങ്ങളുടെ എഴുത്തുകാർ വഴി ദൈവം അത് നമുക്ക് നൽകിയിരിക്കുകയാണ് എന്ന് ഞങ്ങൾ ഓർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. യേശു ഇന്ന് രക്ഷകൻ, നാളെ ന്യായാധിപൻ. രക്ഷയും ന്യായവിധിയും ഉയർത്തെഴുന്നേറ്റ യേശു തിരഞ്ഞെടുത്ത അപ്പസ്തോലന്മാർ വഴി നൽകിയ കൽപ്പനകളാണ്. ഉയർത്തെഴുന്നേറ്റ കർത്താവ് തൻ്റെ രക്ഷണ്യ വേല പൂർത്തിയാക്കി ഉയർത്തെഴുന്നേറ്റ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി അവരോട് തിന്ന് കുടിച്ച് അവർക്ക് വരാനുള്ള കാര്യങ്ങളെക്കുറിച്ച് അവരെ ബോധ്യപ്പെടുത്തി പരിശുദ്ധാത്മാവിനാൽ സ്നാനപ്പെടുത്തി അവരിലൂടെ പറഞ്ഞ പ്രധാനപ്പെട്ട 2 കൽപ്പനയാണ്. ഒന്ന്, യേശുവിന് രക്ഷകനാണ്. അതിന് സാക്ഷികളാണ് അവർ. യേശുക്രിസ്തുവിൻ്റെ രക്ഷണ്യ പ്രവൃത്തിയിലുള്ള ശുശ്രൂഷകൾ, മരണം, അടക്കം, പുനരുത്ഥാനം, സ്വർഗാരോഹണം, ഇതിന് അവർ സാക്ഷികളാണ്. അപ്പോൾ അവരൊരു സാക്ഷി നിൽക്കണം. നിങ്ങളിതിനെക്കുറിച്ച് ഈ കാര്യങ്ങൾ മറ്റൊരു ലോകം മുഴുവൻ എത്തിക്കണം എന്ന് അവരോട് കൽപ്പിച്ചു. അതും ഒരു കൽപ്പനയാണ്. രണ്ടാമത്തെ കൽപ്പന, ഈ യേശുവാണ് ന്യായാധിപൻ ആയി വരാൻ പോകുന്നത്. അവന് ദൈവം ന്യായാധിപനായിട്ട് ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് രക്ഷയും ന്യായവിധിയും ഉയർത്തെഴുന്നേറ്റ് യേശു തിരഞ്ഞെടുത്ത അപ്പസ്തലന്മാരെ ഏൽപ്പിക്കാനുണ്ടായത്. തിരഞ്ഞെടുത്ത അപ്പസ്തലന്മാരെ. എന്നാൽ ഇന്ന് ഈ 12-ലധികം അപ്പസ്തോലന്മാർ ഈ ലോകത്തിൽ അപ്പസ്തോലന്മാരായി എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യരെ കബളിപ്പിക്കുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് ഈ ദൈവം തിരഞ്ഞെടുത്ത, യേശുക്രിസ്തു തിരഞ്ഞെടുത്ത അപ്പസ്തോലന്മാർ, അവർ വഴി ദൈവത്തിൻ്റെ കൽപ്പനകൾ, യേശുക്രിസ്തുവിൻ്റെ കൽപ്പനകൾ നമ്മൾ വളരെ വ്യക്തമായിട്ട് എടുക്കണം. സ്വാഭാവികമായിട്ടും ഒരു അടിസ്ഥാന ഗ്രന്ഥം ഇല്ലാതെ, ആ ഗ്രന്ഥത്തിൻ്റെ പിന്നിലുള്ള അധികാരമില്ലാതെ നമുക്ക് ആർക്കും നമ്മുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യത്തോടു കൂടി ജീവിക്കാൻ സാധിക്കുകയില്ല. ആ ലക്ഷ്യബോധം നൽകുന്ന പുസ്തകമാണ് ദൈവവചനമായ ബൈബിൾ. അത് അപ്പസ്തോലന്മാർ വഴി നമുക്ക് നൽകപ്പെട്ടതാണ്. അത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. തീർച്ചയായിട്ടും ലൂക്കോസ് അപ്പസ്തോലനായിരുന്നില്ല. ഈ ലൂക്കോസ് 2 എഴുത്തുകൾ എഴുതിയിട്ടുണ്ട്. ഒന്ന് ലൂക്കോസിൻ്റെ സുവിശേഷവും, ഒന്ന് അപ്പസ്തോല പ്രവർത്തികളും. എന്നാൽ അതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് പ്രവർത്തിച്ചത്, അത് അപ്പസ്തോലിക അധികാരത്തിന് കീഴിലായിരുന്നതെല്ലാം നമുക്ക് പഠിക്കേണ്ട വിഷയമാണ്. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. എങ്കിലും ഈ തിരഞ്ഞെടുത്ത അപ്പസ്തോലന്മാർ വഴി നൽകപ്പെട്ട ദൈവകൽപ്പനകൾ വളരെ ഗൗരവത്തോടെ നാം കാണണം. ആയതിനാൽ രക്ഷയും ന്യായവിധിയും ഏറെ ഗൗരവമുള്ള കൽപ്പനകളാണ്. ഉയർത്തെഴുന്നേറ്റ് യേശു അപ്പസ്തോലന്മാർ നൽകിയ കൽപ്പനകൾ അല്പം ശ്രദ്ധിക്കാം. എന്തൊക്കെ കാര്യങ്ങളാണ് കൽപ്പനകളായിട്ട് ഈ അപ്പസ്തോലന്മാരെ ഏൽപ്പിച്ചത്? അതും തിരഞ്ഞെടുക്കപ്പെട്ട അപ്പസ്തോലന്മാർ. ഈ തിരഞ്ഞെടുക്കപ്പെട്ട അപ്പസ്തോലന്മാരുടെ മാത്രമാണ് ദൈവം നമുക്ക് കൽപ്പനകൾ നൽകിയിരിക്കുന്നത്. നമ്മൾ അപ്പസ്തോല പ്രവൃത്തിയിലേക്ക് കടക്കുകയാണെങ്കിൽ അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം നമ്മൾ പരിശോധിച്ചാൽ ഇവിടെ എഴുതിയിരിക്കുന്നത്, തിയോഫിലിസേ, ഞാൻ എഴുതിയ 1-ാമത്തെ ചരിത്രം യേശു തിരഞ്ഞെടുത്ത അപ്പസ്തോലന്മാർക്ക് പരിശുദ്ധാത്മാവിൽ കൽപ്പന കൊടുത്തിട്ട്
സ്വർഗാരോഹണം ചെയ്തു. അതാണ് ആദ്യത്തെ ലേഖനം, ഒന്നാമത്തെ എഴുത്ത്. ഈ അപ്പസ്തോല പ്രവൃത്തികൾ, അപ്പസ്തോലരുടെ നടപടികൾ എന്തൊക്കെയാണ് ചില പരിഭാഷകളിൽ. ആ പുസ്തകം എഴുതിയ അദ്ദേഹം ഒരു പുസ്തകം അതിന് മുമ്പ് എഴുതിയിട്ടുണ്ട്. അത് ലൂക്കോസ് എഴുതിയ സുവിശേഷമാണ്, ലൂക്കോസിൻ്റെ സുവിശേഷം. ആ സുവിശേഷം അദ്ദേഹം എഴുതിയത് കർത്താവായ ശുശ്രൂഷ മുതൽ സ്വർഗാരോഹണം വരെയുള്ള കാര്യങ്ങളാണ്. അത് നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷം പരിശോധിച്ച് നമുക്ക് മനസ്സിലാകും. അതിനുശേഷം ഈ സ്വർഗാരോഹണം ചെയ്ത കർത്താവ് പിതാവിൻ്റെ വാഗ്ദത്തമായ പരിശുദ്ധാത്മാവിനെ അയച്ച്, പെന്തക്കോസ്ത് നാളിൽ അയച്ച്, അവിടുന്ന് വീണ്ടും ഒരു ചരിത്രം തുടങ്ങിയാണ്. അതാണ് അപ്പസ്തോല പ്രവൃത്തികൾ. അപ്പോൾ ഈ അപ്പസ്തോല പ്രവൃത്തികൾ നമ്മൾ വായിക്കുമ്പോൾ അത് എവിടെ നിന്നാണ് ആരംഭിക്കുന്നത്? സ്വർഗാരോഹണം മുതൽ. കർത്താവ് സ്വർഗാരോഹണം ചെയ്ത് പിതാവിൻ്റെ വലത്തുഭാഗത്ത് ഇരുന്നു. അവിടെ നിന്ന് പിതാവിൻ്റെ വാഗ്ദത്തം അയച്ച്, അതാണ് പരിശുദ്ധാത്മാവ് വന്നു. 2-ാം അധ്യായം തൊട്ട് അതാണ് പറയുന്നത്. എന്നാൽ സ്വർഗാരോഹണത്തിന് മുമ്പ് ഉയർത്തെഴുന്നേറ്റ കർത്താവ് പറഞ്ഞ കൽപ്പനകൾ അല്പമായിട്ട് നമുക്കൊന്ന് പരിശോധിക്കാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇവിടെ എഴുതിയിരിക്കുന്നത്, ഞാൻ എഴുതിയ ഒന്നാമത്തെ ചരിത്രം, യേശു തിരഞ്ഞെടുത്ത അപ്പസ്തോലന്മാർക്ക് പരിശുദ്ധാത്മാവിന് കൽപ്പന കൊടുത്തിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ അവൻ ചെയ്തതും അവൻ ഉപദേശിച്ചതും തുടങ്ങിയ സകലത്തെയും കുറിച്ച് ആയിരുന്നു. What he did and what he taught, അതാണ് എന്ന് പറഞ്ഞ പരസ്യ ശുശ്രൂഷയുടെ കാലം. ചെയ്ത കാര്യങ്ങൾ, ആദ്യമായിട്ട് ചെയ്ത കാര്യം എന്താണ്? ആദ്യമായി ചെയ്ത അത്ഭുതം എന്താണ്? കാനായിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കി. അങ്ങനെയാണ് തുടങ്ങുന്നത്. അപ്പം അങ്ങനെ നമുക്ക് 2 പുസ്തകങ്ങൾ ലൂക്കോസ് വഴി ലഭിച്ചിട്ടുണ്ട്. ഈ 2-ാമത്തെ പുസ്തകമാണ് ഈ അപ്പസ്തോല പ്രവൃത്തികൾ. അതിനുശേഷം ഇവിടെ എഴുതിയിരിക്കുന്നത്, അപ്പസ്തോലന്മാർക്ക് പരിശുദ്ധാത്മാവിനാൽ കൽപ്പന കൊടുത്തിട്ട് ആരോഹണം ചെയ്തു. പരിശുദ്ധാത്മാവിനാൽ കൽപ്പിച്ചിട്ട്, കൽപ്പന കൊടുത്തിട്ട്. ആർക്കാ കൊടുത്തത്? പരിശുദ്ധാത്മാവ് കൽപ്പന കൊടുത്തത് അപ്പസ്തോലന്മാർക്ക്. അതുകൊണ്ട് അപ്പസ്തോലിക ഉപദേശത്തിൻ്റെ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കണം. ഞാനിപ്പോൾ ഇന്ന് അപ്പസ്തോലനാണ് എന്ന് പറയുകയാണെങ്കിൽ ഞാൻ പറയുന്ന കൽപ്പനകൾ അത് അബദ്ധമാണ്, തെറ്റാണ്, വഞ്ചനയാണ്. കാരണം ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടവനല്ല. അവൻ്റെ ശുശ്രൂഷ, അവനോട് തിന്നവനോ കുടിച്ചവനോ അവൻ്റെ മരണത്തിനും പുനരുദ്ധാനത്തിനും സ്വർഗാരോഹണത്തിനും സാക്ഷിയുമല്ല ഞാൻ. അവർ പറഞ്ഞ സാക്ഷ്യം ഞാനത് നിങ്ങളോട് അറിയിക്കുകയാണ്. അതുമാത്രമല്ല, ഇത് വളരെ ഗൗരവമായിട്ടുള്ളൊരു വിഷയമാണ് എന്നുള്ളത് തീർച്ചയായിട്ടും അത് നിസ്സംശയം നമുക്ക് മനസ്സിലാകുന്ന വിഷയമാണ്. അങ്ങനെ 1-ാം അധ്യായത്തിൽ അപ്പസ്തോല 1-ാം അധ്യായം 1 മുതൽ 1-5 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ പരിശോധിക്കും. 1-ാം വാക്യത്തിൽ തിരഞ്ഞെടുത്ത അപ്പസ്തോലന്മാർക്ക് പരിശുദ്ധാത്മാവ് കൽപ്പന നൽകി. ലൂക്കോസിൻ്റെ ആദ്യ ഗ്രന്ഥം വാസ്തവമായ ചരിത്രത്തിൻ്റെ കാലാവധി, കാലയളവ്, കാലഘട്ടം, ദീർഘം എത്ര? തീർച്ചയായിട്ടും നമുക്ക് യേശു ചെയ്തതും ഉപദേശിച്ചതും മുതൽ യേശു തിരഞ്ഞെടുത്ത അപ്പസ്തോലന്മാർ പരിശുദ്ധാത്മാവിന് കൽപ്പന നൽകി സ്വർഗാരോഹണം ചെയ്ത് വരെയാണ്. അത് ഏകദേശം നമ്മൾ ചരിത്രപരമായിട്ട് 3.5 വർഷത്തെ പരസ്യ ശുശ്രൂഷ. 3.5 വർഷം, 3.5 years. യോഹന്നാന്റെ സുവിശേഷം വായിക്കുമ്പോൾ നമുക്ക് 4 പെസഹ ആചരണങ്ങൾ കാണാം. 4. അപ്പം 4ൻ്റെ ഇടയിൽ 3 വർഷമാണുള്ളത്. എന്ന കർത്താവിൻ്റെ ജനനവും മരണവുമൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഏകദേശം 3.5 വർഷമായിരുന്നു നമ്മളുടെ കർത്താവിൻ്റെ ശുശ്രൂഷ. അതിനുശേഷം അവൻ മരിച്ചു, അടക്കപ്പെട്ടു, പുനരുദ്ധാനം ചെയ്ത് അപ്പസ്തോലന്മാർക്ക് പ്രത്യക്ഷനായി അവരുടെ മുമ്പിൽ വെച്ച് സ്വർഗാരോഹണം ചെയ്തു. ഇത് വളരെ എത്രയോ ഗൗരവമുള്ള ചരിത്ര വസ്തുതയാണ് എന്ന് നിങ്ങൾ ഓർക്കണം. അങ്ങനെ 2-ാം വാക്യം നമ്മൾ പരിശോധിച്ചാൽ ഈ 3.5 വർഷ ശുശ്രൂഷകൾക്ക് ശേഷം 40 ദിവസം പ്രത്യക്ഷനായി. 40 days. ദൈവരാജ്യം സംബന്ധിച്ചും അപ്പസ്തോലന്മാരെ പഠിപ്പിച്ചു താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അനേക ദൃഷ്ടാന്തങ്ങളാൽ കാണിച്ചു കൊടുത്തു. അനേക ദൃഷ്ടാന്തങ്ങളാൽ. അതാണ് 2-ാം വാക്യം. അവൻ കഷ്ടം അനുഭവിച്ച്
ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ഇത് കർത്താവ് യേശുക്രിസ്തു ചെയ്ത കാര്യങ്ങളാണ്. ഇതെല്ലാം ചരിത്ര യാഥാർത്ഥ്യങ്ങളാണ്. ഇത് കണ്ട ദൃക്സാക്ഷികളാണ്. ഇത് എഴുതി സൂക്ഷിച്ച്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഈ വേദപുസ്തകം, ഈ വേദഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ ഇത് സത്യമാണ് എങ്കിൽ ഈ പുസ്തകം അത് നിലനിർത്തുക, സൂക്ഷിക്കുക എന്നുള്ളത് അത് ദൈവത്തിൻ്റെ ഉത്തരവാദിത്വമാണ്. കാരണം ഇത് ഈ സുവിശേഷം വെച്ചിട്ട് ഈ വ്യക്തിയിലൂടെ ചെയ്ത കാര്യങ്ങളിലൂടെയാണ് നമ്മുടെ ന്യായവിധി വരാൻ പോകുന്നത്. ഈ വ്യക്തിയാണ് ന്യായം വിധിക്കാൻ പോകുന്നത്. ഇപ്പം ന്യായവിധിയിൽ തീർച്ചയായിട്ടും പുസ്തകങ്ങൾ തുറക്കണം, എൻ്റെ കൽപ്പനകൾ തുറക്കണം, അതിൽ പറഞ്ഞിരിക്കുന്ന ഉപദേശങ്ങൾ തുറക്കണം. എന്നാൽ മാത്രമേ ശരിയായിട്ടുള്ള ന്യായം നടക്കൂ. അതുകൊണ്ട് ഈ പുസ്തകം അത് വാസ്തവമാണ് എന്നും സത്യമാണെന്നും വിശ്വസിക്കാവുന്ന ഒന്നാണെന്നും അത് ദൈവത്തിന് ഉറപ്പ് നൽകിയിട്ടൊരു കാര്യം തന്നെയാണ്. അങ്ങനെ 40 ദൃഷ്ടാന്തങ്ങളാൽ അവൻ കാണിച്ചു കൊടുത്തു. വേണ്ടത്ര തെളിവുകൾ. ഇത് ഇംഗ്ലീഷിൽ പരിഭാഷ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഏകദേശം 4 പരിഭാഷകൾ നോക്കി. ഒരു പരിഭാഷയിൽ അത് ഇൻഫാലിബിൾ പ്രൂഫ് എന്നാണ് എഴുതിയിരിക്കുന്നത്. നമ്മുടെ മലയാള സത്യവേദോത്സവത്തിൽ ദൃഷ്ടാന്തങ്ങൾ എന്നാണ് എഴുതിയിരിക്കുന്നത്, തെളിവുകൾ. അത് ഒന്ന് ഇംഗ്ലീഷിൽ ഇൻഫാലിബിൾ പ്രൂഫ്സ്, ഒരു പരിഭാഷയിൽ കൺവിൻസിങ് പ്രൂഫ്സ്, ഒരു പരിഭാഷയിൽ സെർട്ടൻ പ്രൂഫ്സ്. അങ്ങനെ 3 വിവിധ വാക്യങ്ങളിലൂടെ ഈ കൽപ്പന, അത് ഈ സാക്ഷ്യം നമുക്ക് എഴുതി വച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ മലയാളത്തിലേക്ക് നമ്മളത് പരിഭാഷപ്പെടുത്തിയാൽ യേശുക്രിസ്തു അനേക ദൃഷ്ടങ്ങൾ 40 ദിവസം അവൻ പുനരുദ്ധാനം ചെയ്ത് അവൻ ജീവിച്ചിരിക്കുന്നു എന്ന് തിരഞ്ഞെടുക്കപ്പെട്ട അപ്പസ്തോലന്മാർക്ക് കൺവിൻസ് ചെയ്തു. അതിന് നമുക്ക് തീർച്ചയായിട്ടും സംശയത്തിന് വകയില്ലാത്ത വിധം അവരെ കാണിച്ചു കൊടുത്തു. നിഷേധിക്കാനാവാത്ത വിധത്തിൽ തെളിയിക്കാവുന്ന തെളിവുകൾ സഹിതം യേശുക്രിസ്തു ജീവിച്ചിരിക്കുന്നുവെന്ന്, അവൻ മരിച്ചവനായിരുന്നു, ക്രൂശിക്കപ്പെട്ടവനായിരുന്നു, അടക്കപ്പെട്ടവനായിരുന്നു, 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് അവർക്ക് പ്രത്യക്ഷനായി അവരുടെ മുമ്പിൽ സ്വർഗ്ഗാരോഹണം ചെയ്തു. ഇതെല്ലാം ഇതിൻ്റെ ദൃക്സാക്ഷികളാണ് ഈ അപ്പസ്തോലന്മാരും. അങ്ങനെ യേശു ജീവിച്ചിരിക്കുന്നു എന്നതിന് എന്തൊക്കെയാണ് തെളിവുകൾ അപ്പസ്തോലന്മാർ കാണിച്ചു കൊടുത്തത്? എന്തൊക്കെ തെളിവുകൾ കാണിച്ചു കൊടുത്തു? ഒരു ന്യായാധിപൻ്റെ മുമ്പിൽ എപ്പോഴും സാക്ഷികളാണ് അദ്ദേഹത്തിൻ്റെ വിധി പറയാനായിട്ട് സാധിക്കുന്നത്. ഒരു കൊലക്കുറ്റത്തിനാണ് എങ്കിൽ ഒരു ദൃക്സാക്ഷിയുണ്ട്. ഇവനെ കുത്തി കൊന്നു എന്ന് ഞാൻ കണ്ടു എന്നൊരാൾ പറഞ്ഞാൽ, പക്ഷെ കണ്ടു എന്ന് നുണയം പറയാമല്ലോ. അപ്പോൾ സത്യമാണെന്നുള്ളതിന് ഒരുപാട് വേറെ തെളിവുകളും ആവശ്യമാണ്. ആ സമയത്തുണ്ടായിരുന്നു, പറയുന്നത് ശരിയാണോ എന്നുള്ളത് അതെല്ലാം വെച്ചിട്ടാണ്. അവൻ ദൃക്സാക്ഷിയാണെങ്കിൽ തീർച്ചയായിട്ടും അവൻ അത് കുറ്റകരമായ നരഹത്യയാണെങ്കിൽ അവനെ കൊലയ്ക്ക് വിധിക്കും, തൂക്കിക്കൊല്ലും അവന്. അപ്പോൾ തെളിവുകൾ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇവിടെ തെളിവുകൾ, നിസ്സംശയമായ തെളിവുകൾ അപ്പസ്തോലന്മാർക്ക് നൽകി. ആ അപ്പസ്തോലന്മാരുടെ സാക്ഷ്യമാണ് നാം വിശ്വസിക്കുന്നത്. ഒന്നാമതായിട്ട് അവൻ അവർക്ക് പ്രത്യക്ഷനായി. അത് ഇംഗ്ലീഷിൽ അപ്പിയർ എന്ന് പറഞ്ഞു. ഈ അപ്പിയർ ടു ദി അപ്പോസിൽസ്. Who are the apostles? That is very important. The elect apostles. അങ്ങനെ എലക്ട് അപ്പോസിൽസ് 12 പേരേ ഉള്ളൂ. അപ്പോൾ മത്താവൂസിന് എന്ത് പറ്റി? മത്താവൂസ് അവനെ ലോട്ടറി അവരെടുത്തല്ലോ, ലോട്ടറി ഇട്ടു അല്ലേ, ചീട്ടിട്ടു. മത്താവൂസിൻ്റെ പേര് വന്നു. അവൻ്റെ കൂട്ടർ കണക്കാക്കി. അവൻ അപ്പസ്തോലനാകുമോ? അവൻ തിരഞ്ഞെടുത്താൽ മാത്രമേ അപ്പസ്തോലനാകുകയുള്ളൂ. അത് തീർച്ചയായിട്ടും ആ തിരഞ്ഞെടുക്കപ്പെട്ട 12ാമത്തെ അപ്പസ്തോലൻ അത് പൗലോസ് അപ്പസ്തോലൻ തന്നെയാണെന്നുള്ളത് നമുക്ക് നിസ്സംശയം വിശ്വസിക്കാം. എനിവേ, നമ്മുടെ വിഷയം അതല്ലല്ലോ. ഏതൊക്കെ ദൃഷ്ടാന്തങ്ങളാലാണ് നിസ്സംശയം അവൻ ജീവിച്ചിരിക്കുന്നു എന്ന് അവർക്ക് കാണിച്ചു കൊടുത്തു? ഒന്ന്, അവൻ പ്രത്യക്ഷനായി. രണ്ടാമത് സംസാരിച്ചു, ശിഷ്യന്മാരോട് സംസാരിച്ചു. അപ്പോൾ ഈ സംസാരിക്കുമ്പോൾ ഈ കർത്താവ് മരിക്കുന്നതിന് മുമ്പ് അവരോട് ശുശ്രൂഷയിൽ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ശബ്ദവും അവൻ്റെ വാക്കും ഒക്കെ കേൾക്കുമ്പോൾ അറിയാം ഇത് ആള് ശരി ഈ അതേ വ്യക്തിയാണെന്നുള്ളത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സൂചനയായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. സംസാരിച്ചു. അതുപോലെ തന്നെ അപ്പസ്തോലന്മാരുമായി കൂടി വന്നു.
അവർ ഭയപ്പെട്ട് യെരുശലേമിൽ ഇരിക്കുകയാണ്. കാരണം അവരുടെ ഗുരു ക്രൂശിക്കപ്പെട്ടു. ഇനി ഇവർക്കും സംഭവിക്കുന്നു ഭയപ്പെട്ട് അവർ ഒളിച്ചിരിക്കുക ആ ഇതിനകത്ത്. അപ്പോൾ അവർക്ക് അവൻ പ്രത്യക്ഷനായി സംസാരിച്ചു. അവർ കൂടിയിരുന്ന സ്ഥലത്തേക്ക് വന്ന് അവരുടെ കൽപ്പന കൊടുക്കുകയാണ്, നിങ്ങൾ യെരുശലേം വിട്ടു പോകരുത്. യേശുവിനോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിപ്പാൻ കൽപ്പന നൽകി. നിങ്ങളിവിടെ യെരുശലേമിൽ തന്നെ നിൽക്കണം. കാരണം ഇവിടെയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തൻ്റെ പ്രവർത്തനങ്ങൾ ഈ 12 അപ്പോസ്തലന്മാർ വഴി ചെയ്യാൻ പോകുന്നത്. ആദ്യത്തിൽ 12, 11, പിന്നെ ബോഡിയിൽ ആഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ അവരോട് കാണിച്ചു കൊടുത്ത തെളിവുകൾ ഇങ്ങനെയാണ്. അവർക്ക് പ്രത്യക്ഷനായി, അവരോട് സംസാരിച്ചു, അവരോട് കൽപ്പന കൊടുത്തു. യെരുശലേം വിടരുത്, പിതാവ് കൽപ്പിച്ച വാഗ്ദാനത്തിന് കാത്തിരിപ്പാൻ കൽപ്പിച്ചു. അപ്പോസ്തലന്മാർ ചില ചോദ്യങ്ങൾ ചോദിച്ചു, അതിന് മറുപടി നൽകി. യേശുവെ, ഇപ്പോഴാണോ ഇസ്രായേലിന് ദൈവരാജ്യം കൊടുക്കാൻ പോകുന്നത്? ചോദ്യം ചോദിച്ചു. അപ്പൊ ഇതെല്ലാമാണ് അവർക്ക് കൊടുത്ത തെളിവുകൾ. അവർ ജീവിച്ചിരിക്കുന്നു. ഒരാൾ ജീവിച്ചിരിക്കുന്നു തെളിവ് എന്താണ്? ഇതൊക്കെയാണ് തെളിവുകൾ. നമുക്കറിയാം, ബാക്കിയുള്ള വേദഭാഗങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോഴും അവൻ അവരുടെ കൂടെ നടക്കുന്നു, അവരുടെ ഭക്ഷണം കഴിക്കുന്നു, എമ്മൗസിലേക്കുള്ള യാത്ര, അതുപോലെ തന്നെ കടൽ തീരത്ത് അവർ വെച്ച് ഭക്ഷണം കഴിക്കുന്നു. അങ്ങനെ ഇതൊക്കെ അതിലേക്ക് ഞാൻ കടക്കുന്നില്ലെങ്കിലും ഈ അപ്പോസ്തല പ്രവർത്തികളിൽ പറഞ്ഞിരിക്കുന്ന ഭാഗത്ത് മാത്രം നമുക്ക് ഒരുപാട് തെളിവുകൾ ഉണ്ട്. അവൻ ജീവിച്ചിരിക്കുന്നു എന്നുള്ളത്. നമ്മുടെ കർത്താവ് ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ മരിച്ചവനായിരുന്നു, ഇതാ എന്നേക്കുമായിട്ട് അവൻ ജീവിച്ചിരിക്കുകയാണ്. എന്നാൽ പല സഭകളിലും അവൻ ഇപ്പോഴും ക്രൂശിൽ തന്നെയാണ്. അവൻ ഉയർത്തെഴുന്നേറ്റിട്ടില്ല. അപ്പം ഇതവൻ്റെ വലത്തുഭാഗത്തല്ല. എത്രയോ ശോചനീയമായ കാര്യം. കാരണം എന്താ, ഒരു വേദപുസ്തകം വായിക്കാത്തതിൻ്റെ കുറവുകളാണ്. അതുകൊണ്ട് ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളോട് ഓർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മരണത്തിന് മുമ്പും പുനരുദ്ധാനത്തിന് ശേഷവും വിഷയങ്ങളുടെ പൊരുത്തം ശ്രദ്ധേയമാണ്. വിഷയങ്ങളുടെ പൊരുത്തം ശുശ്രൂഷയുടെ കാലത്ത് പറഞ്ഞ കാര്യങ്ങളുടെ തന്നെയാണ് പിന്നെയും പറയുന്നത്. തുടങ്ങിയത് ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ടാണ്. ദൈവരാജ്യം സമയത്തിരിക്കുക, നിങ്ങൾ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞു. അവരോട് ചോദിച്ചു, എന്നാണ് നീ ദൈവരാജ്യം ഇസ്രായേലിന് നൽകാൻ പോകുന്നത്? അതിന് ഉത്തരം പറയുകയാണ്. ഇതൊക്കെയാണ് തെളിവുകൾ അവൻ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിന്. അതുമാതിരി ദൈവരാജ്യം, മരണം, പുനരുദ്ധാനം, പരിശുദ്ധാത്മാവ് സ്നാനം, അതുപോലെ പരിശുദ്ധാത്മാവ് വഴി നൽകപ്പെട്ട കൽപ്പനകൾ, ഇതൊക്കെ വളരെ വളരെ ഗൗരവമുള്ള. നമ്മുടെ ക്രൈസ്തവ വിശ്വാസം അത് കൃപയാൽ വിശ്വാസത്താലാണ് നമ്മുടെ രക്ഷ. എല്ലാം കൃപയാൽ വിശ്വാസത്താലാണ്. എന്നാൽ ഈ വിശ്വാസ സംഹിതയിൽ വളരെ ഗൗരവമായിട്ടുള്ള കൽപ്പനകളും ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ നമ്മൾ അപ്പോസ്തലർ 1-4 വാക്യം നമ്മൾ വായിക്കുമ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനെ കാത്തിരിക്കണം. അപ്പോൾ ഞാനെന്ത് ചെയ്തു? ഒരു ഉപദേശകൻ എന്നുള്ള നിലയിൽ ഐ വോണ്ട് ടു സ്റ്റഡി what the scripture says about the commandments. ഈ കൽപ്പനകൾ എന്തൊക്കെയാണ്? എത്ര കൽപ്പനകൾ യേശു ക്രിസ്തു തിരഞ്ഞെടുക്കപ്പെട്ട അവസരം നൽകിയിട്ടുണ്ട്. ആ കൽപ്പനകൾ അത് നമ്മൾക്കും ബാധ്യസ്ഥരായതുകൊണ്ട് നമ്മളത് വളരെ ഗൗരവമായിട്ട് എടുക്കണം. അതിൽ 1-2 കൽപ്പനകൾ എന്തൊക്കെയാണ് എന്ന് ഞാൻ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത് കൽപ്പനകൾ നമ്മൾ വായിച്ചതുപോലെ 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. He spoke to the apostles. He appeared to the apostles. He was questioned and he answered. And later also what he did was he spoke, not only spoke, he ate with them, walked with them. You see, അപ്പം ഇതിങ്ങനെയുള്ള ഒരുപാട് ദൃഷ്ടാന്തങ്ങളാൽ അവൻ ജീവിച്ചിരിക്കുന്ന അപ്പോസ്തലന്മാർക്ക് തെളിവ്. മരിച്ച് അടക്കപ്പെട്ട് കണ്ട അവർക്ക് അതായിരുന്നു അവരുടെ ബലം.
ഈ പേടിച്ച് ഒളിച്ചിരുന്ന ഈ അപ്പസ്തലന്മാർക്ക് എവിടെ നിന്ന് ധൈര്യം കിട്ടി? അവൻ ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് അവർക്ക് അത് വളരെ ധൈര്യം നൽകി. നമ്മുടെയും വിശ്വാസവും നമ്മുടെ ധൈര്യവും അതൊക്കെ തന്നെ. നമ്മുടെ കർത്താവ് ജീവിക്കുന്ന ദൈവമാണ്. അപ്പോൾ ഇതവൻ്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി ഇരിക്കുന്നു, വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന യേശു ക്രിസ്തുവാണ് എന്നുള്ള ഒരുപാട് വാഗ്ദാനങ്ങൾ അവൻ നമ്മളോടുകൂടി ഉണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം എത്രയോ അനുഗ്രഹിക്കപ്പെട്ട കാര്യങ്ങളാണ്. അപ്പം അതുകൊണ്ട് അവന് കൽപ്പന കൊടുത്തു. തിരഞ്ഞെടുക്കപ്പെട്ട അപ്പസ്തലർക്ക് കൽപ്പന കൊടുത്തു. അവരത് നമ്മളെ അറിയിച്ചിരിക്കുകയാണ്. ഓക്കെ, അത് ഒരു കൽപ്പന, അവൻ ന്യായാധിപനാണെന്നുള്ളതാണ്. ഈസ് എ ജഡ്ജ് ഓഫ് ഓൾ. രക്ഷകനാണ് നമ്മുടെ ന്യായവിധി കർത്താവ്. അപ്പോൾ യേശു ഇന്ന് രക്ഷകൻ, നാളെ ന്യായാധിപൻ. ന്യായവിധി സംബന്ധിച്ച വേദഭാഗങ്ങൾ ഞാൻ അല്പം പരിശോധിക്കാനിടയായി. ന്യായവിധി സംബന്ധിച്ച വേദഭാഗങ്ങൾ അതും വളരെ ഗൗരവമായിട്ടുള്ള ഒരു വിഷയം തന്നെയാണ്. അപ്പോൾ ന്യായാധിപനാണ് എന്നുള്ളത് അപ്പസ്തോലപ്രവൃത്തികളിൽ ഒരുപാട് നമുക്ക് വായിക്കാൻ സാധിക്കും. അതുപോലെ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ തന്നെ അതിൻ്റെ 5-ാം അധ്യായം, യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 22 23 വാക്യങ്ങൾ. 22 യോഹന്നാൻ്റെ 5-ാം അധ്യായം എന്നെ സംബന്ധിച്ച് എൻ്റെ വ്യക്തി ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ്. അതിന് 24-ാം വാക്യത്തിൽ കേട്ടിട്ടാണ് ഞാൻ ദൈവഭാഗത്തേക്ക് വന്നത്, ബൈബിൾ വായിക്കാൻ തുടങ്ങിയത്. യേശു രക്ഷകനാണെന്ന് മനസ്സിലാക്കുവാൻ എല്ലാം സാധിച്ചത് എൻ്റെ 22 23 വാക്യങ്ങളിൽ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധി എല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. The son is going to be a judge, not the father. അതാണ് 23-ാം വാക്യം. പുത്രനെ ബഹുമാനിക്കാത്തവൻ അവൻ അയച്ച പിതാവിനെയും ബഹുമാനിക്കുന്നില്ല. അതുപോലെ തന്നെ അതിൻ്റെ 28 29 വാക്യങ്ങൾ. ഇല്ലെങ്കിൽ ആശ്ചര്യപ്പെടരുത്, കല്ലറകളുള്ളവർ എല്ലാവരും അവൻ്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുത്ഥാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു. അപ്പം അതുകൊണ്ട് ന്യായാധിപനായി വരാൻ പോകുന്നത് നമുക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്ന് ജീവിക്കുന്ന തിരഞ്ഞെടുക്കപ്പെട്ട അപ്പസ്തലന്മാർക്ക് ദൃഷ്ടാന്തങ്ങൾ വഴി തെളിയിച്ച സാക്ഷികളാൻ കൽപ്പന കൊടുത്ത ഈ യേശു ക്രിസ്തുവാണ് നമ്മുടെ ഇന്ന് രക്ഷകൻ, നാളെ നമ്മളുടെ ന്യായാധിപനാകാൻ പോകുന്നത്. അതുപോലെ തന്നെ അപ്പസ്തോല പ്രവൃത്തികൾ 10-ാം അധ്യായത്തിൻ്റെ 42-ാം വാക്യവും വളരെ പ്രധാനപ്പെട്ടൊരു വാക്യമാണ്. നിങ്ങൾ വായിച്ച് കേൾപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 42-ാം അപ്പസ്തോല പ്രവൃത്തി 10-ാം അധ്യായം 42-ാം ജീവികൾക്കും മരിച്ചവർക്കും ന്യായാധിപതിയായി ദൈവത്താൽ നിയമിക്കപ്പെട്ടവൻ അവൻ തന്നെ എന്ന് ജനത്തോട് പ്രസംഗിച്ചു സാക്ഷീകരിപ്പാൻ അവൻ ഞങ്ങളോട് കൽപ്പിച്ചു. അവരത് ചെയ്തു. അതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ വായിച്ചത്. യേശു രക്ഷകനാണ്. നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ്. ഇനി അവനിൽ വിശ്വസിക്കുന്നില്ല എങ്കിൽ, അവനെ ആശ്രയിക്കുന്നില്ല എങ്കിൽ, നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളുടെ രക്ഷയെ സംബന്ധിച്ച പാപസംബന്ധമായ കാര്യങ്ങൾ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ ശ്രമിച്ചാൽ ഈ യേശു ക്രിസ്തു ആയിരിക്കും നിങ്ങളുടെ ന്യായാധിപൻ. അത് ആണ് അപ്പസ്തോലർ 10-ാം അധ്യായത്തിൻ്റെ 42-ാം വാക്യം. അതിൻ്റെ 17-ാം അധ്യായത്തിലും നമുക്ക് പലപ്പോഴും വായിച്ചിട്ടുള്ള വേദഭാഗമാണ്. 17-ാം അധ്യായം, അപ്പസ്തോലർ 17-ാം അധ്യായത്തിൻ്റെ 31-ാം വാക്യവും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ അപ്പസ്തോലനായ പൗലോസാണ്, തിരഞ്ഞെടുക്കപ്പെട്ട അപ്പസ്തോലനായ പൗലോസ് ഏഥൻസിൽ നടത്തുന്ന, മാർസിലിൽ നടത്തുന്ന വലിയ പ്രസിദ്ധമായ ഒരു പ്രസംഗമാണ്. അതിൻ്റെ 31-ാം വാക്യത്തിൽ ഇപ്രകാരമാണ് അതിനെ തർജ്ജമ ചെയ്തിരിക്കുന്നത്: താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ അവൻ ഒരു ദിവസത്തെ നിശ്ചയിച്ചു. അവനെ മരിച്ചവരിൽ ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ എല്ലാവർക്കും അതിൻ്റെ ഉറപ്പ് നൽകിയിരിക്കും. ഇതെല്ലാം ഒരു വ്യക്തി എന്നുള്ള നിലയിൽ, ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ ഇത്ര ദൈവികമായ സത്യങ്ങൾ അത് ചുമ്മാ അങ്ങോട്ട് ലളിതമായിട്ട് എഴുതാൻ പറ്റുന്നൊരു കാര്യമല്ല. ഇതിൻ്റെ പിന്നിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമുണ്ട്, പിതാവിൻ്റെ പദ്ധതിയുണ്ട്, പുത്രൻ്റെ
വീണ്ടെടുപ്പുണ്ട്, അത് തിരഞ്ഞെടുക്ക അപ്പസ്തോലന്മാരുണ്ട്. അവർ പരിശുദ്ധാത്മാവ് വഴി കൊടുത്ത കൽപ്പനകളാണ് നമ്മൾ ഈ വായിച്ച് പഠിക്കുന്നത്. ഇത് ഗൗരവമായിട്ട് നമ്മൾ എടുത്തില്ല എങ്കിൽ നമ്മൾ വായിച്ചതുപോലെ എബ്രായലേഖനം 2-ാം അധ്യായത്തിന് 1-8 വരെ ഇത്ര വലിയ രക്ഷ, ഇത്ര വലിയ സന്തോഷ വാർത്ത നമ്മൾ അവഗണിച്ചാൽ ന്യായവിധി തീർച്ചയാണ്. ദൈവം ഒരിക്കലും കുറ്റക്കാരനായിരിക്കത്തില്ല. കാരണം എന്താ, നമ്മൾ കേൾപ്പിച്ചു, അതിനുവേണ്ടി ദൃക്സാങ്ങൾ കൊടുത്തു, തിരഞ്ഞെടുക്കുക അപ്പസ്തോലന്മാർ വഴി നമ്മൾ അറിയിച്ചു. അവരിൽ വിശ്വസിച്ച ഈ അപ്പസ്തോലന്മാരിൽ വേദപുസ്തകത്തിൽ വിശ്വസിച്ച ന്യായം അത് നിങ്ങളോട് പറയുകയാണ്. ഇതാണ് സുവിശേഷം എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ഇത് വായിച്ചു കഴിഞ്ഞാൽ വേദപുസ്തകത്തിൽ ഒരുപാട് വേദഭാഗത്ത് യേശു ക്രിസ്തുവാണ് ന്യായാധിപനായി വരാൻ പോകുന്നത്. ആ ന്യായവിധി എത്ര ഗൗരവമാണെന്നുള്ളത് നമുക്ക് ഒരു പേടി സ്വപ്നമായിരിക്കും. ഞാനത് ഇന്ന് ക്ലാസ്സിൽ എടുക്കുന്നില്ല. അത് ഭയാനകമായ ഒരു ദിവസമായിരിക്കും. മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ച് ന്യായം വിധിക്കാൻ പോവുകയാണ്. എത്രയോ ഗൗരവമായ വിഷയമാണ്. അതുകൊണ്ട് ഇത് വളരെ ഗൗരവമായതുകൊണ്ട് അത് ഗൗരവമായിട്ടെടുത്ത് നമ്മളെല്ലാം സാധാരണക്കാരും സാധാരണ ജീവിക്കുന്നു, ജോലി ചെയ്യുന്നു, നമ്മുടെ കാര്യങ്ങൾ. എന്നാൽ ഇത് വളരെ ഗൗരവമുള്ളത് കൊണ്ട് നമ്മുടെ ഓരോ കാര്യത്തിൻ്റെ പിന്നിലും ഇങ്ങനെ യേശു എന്ന വ്യക്തിയുണ്ട്. നമ്മുടെ പാവങ്ങളെ മരിച്ചവനാണ്, ഉയർത്തെഴുന്നേറ്റവനാണ്, തിരഞ്ഞെടുക്കപ്പെട്ട അപ്പസ്തോലന്മാർ കൽപ്പനകൾ നൽകി പോയിരിക്കുകയാണ്. അവൻ ന്യായാധിപനായിരിക്കും. എന്നാൽ നല്ല വാർത്ത, അവൻ ഇന്ന് രക്ഷകനാണ് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ പ്രതികരണം എന്തായിരിക്കണം? വാട്ട് ഈസ് അവർ റെസ്പോൺസ്? ദൈവം സംസാരിച്ചു എങ്കിലാണ്, ദൈവം പുത്രൻ മുഖാന്തരം സംസാരിച്ചു എങ്കിൽ, അവൻ ചെയ്തതും ഉപദേശവുമായ കാര്യങ്ങൾ നമുക്ക് അതേപടി നമുക്ക് എഴുതി നമുക്ക് ഒപ്പിട്ട് തന്നിട്ടിരിക്കുകയാണ്. നമ്മൾ വായിച്ച് മനസ്സിലാക്കി എന്നെപ്പോലുള്ള ലളിതമായിട്ടുള്ള ഉപദേശകന്മാർ പഠിപ്പിക്കുമ്പോൾ അതങ്ങനെ പരിശോധിച്ച് നോക്കി, പരിശുദ്ധാത്മാവിൽ നിങ്ങൾ പഠിപ്പിക്കപ്പെട്ട് നിത്യരക്ഷ സ്വന്തമാകണം. അല്ല എങ്കിൽ ഒരു ജാഗ്രതാ നിർദ്ദേശവും വേദപുസ്തകം നൽകിയാണ്. ഇതാ ന്യായാധിപനായി കർത്താവ് വരാൻ പോവുകയാണ്. അന്ന് ഇത് നല്ല വിശേഷമായിരിക്കത്തില്ല. ഇറ്റ് വിൽ ബി എ ബാഡ് ന്യൂസ് ബിക്കോസ് യു ഗോയിങ് ടു ജഡ്ജ് അക്കോർഡിംഗ് ടു അവർ ഡീഡ്സ്. സോ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി വെരി ബാഡ്. അതുകൊണ്ട് നമുക്ക് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഈ സുവിശേഷത്തിൽ വിശ്വസിച്ച് നമുക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട കർത്താവ് ഉയർത്തെഴുന്നേറ്റ് കർത്താവിൽ വിശ്വസിച്ച് നമുക്ക് ഇന്ന് രക്ഷ ഉറപ്പുള്ളവരായിട്ട് നമ്മുടെ ജീവിതം തുടങ്ങാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. സ്വർഗീയ പിതാവേ, പല പരിമിതികളുടെ മധ്യത്തിലാണ് ഈ സ്വർഗീയ ദൂത് രക്ഷയുടെ സുവിശേഷം അറിയിക്കുന്നത്. അതിന് മറുഭാഗത്ത് വലിയൊരു ന്യായവിധിയും കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെ കുറവുകളൊക്കെ നീക്കി എന്നെയും കേൾവിക്കാരെയും ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തണമേ എന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. അനുഗ്രഹത്തോടെ പറഞ്ഞയക്കണമേ. മഹത്വം അവിടത്തേക്ക് നൽകുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. നിങ്ങൾ കേട്ടതിന് നന്ദി. ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ച കാണാം, കേൾക്കാം, തുടരാം.